നാഥനെ കരങ്ങളിലേന്തുന്ന വൈദികരുടെ ഹൃദയാനുഭവങ്ങൾ. വിശുദ്ധ കുർബാനയുടെ ആർദ്രമായ ജീവിതാനുഭവങ്ങൾ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ മോചിപ്പിക്കുവാൻ തൃശൂർ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നെസ്റ്റിന്റെ ഡയറക്ടർ ഫാദർ ടിജോ മുള്ളക്കര തന്റെ വിശുദ്ധ കുർബാനയുടെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, എൻ്റെ ചില ദിവ്യകാരുണ്യ ഈശോ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ടിജോ മുള്ളക്കര എന്നാണ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ഒരു അച്ഛനാണ്. എനിക്ക് പട്ടം കിട്ടിയിട്ട് 16 വർഷമായി. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മക്കളെ ശുശ്രൂഷിക്കുന്ന നെസ്റ്റ് എന്ന് പറയുന്ന തൃശ്ശൂർ അതിരൂപതയുടെ ലഹരി വിമോചന കേന്ദ്രത്തിലാണ്. ഈ കാലഘട്ടത്തിനുള്ളിലെ എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ പട്ടത്തിൻ്റെ അനുഭവം തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഓരോ അച്ഛന്മാരും വളരെയധികം ഓർക്കുന്ന ഒരു ദിവസമാണ് അവരുടെ പട്ടം സ്വീകരിച്ച ദിവസം. ഞാനും അങ്ങനെ തന്നെ. എനിക്ക് വലിയ ഓർമ്മയുണ്ട് പട്ടം സ്വീകരിച്ച ദിവസത്തെക്കുറിച്ച്. അതിലേറ്റവും വലിയ അനുഭവം ഈശോയെ കയ്യിലെടുക്കുന്ന ആ അനുഭവം പോലെ തന്നെ ആ ഈശോയെ ആദ്യമായി എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത അനുഭവമാണ്. കാരണമുണ്ട്. എന്നെ പട്ടം സ്വീകരിക്കാനായി ഒരുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആൾ എൻ്റെ അമ്മയാണ്. ഒരുപക്ഷെ ദിവ്യകാരുണ്യ ഈശോയെ എന്നെ സ്നേഹിക്കാൻ ഏറ്റവും അധികം പരിശീലിപ്പിച്ചതും ദിവ്യകാരുണ്യ ഈശോയുടെ സ്വഭാവം മാനുഷിക തലത്തിൽ എനിക്ക് പറഞ്ഞു തന്നതും എൻ്റെ അമ്മയാണ്. ഞാൻ സെമിനാരിൽ ചേരാനായി അധികം ആളുകൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അച്ഛനാകാൻ പോകണ്ട എന്നുള്ള ആഗ്രഹങ്ങളും അങ്ങനെയുള്ള പ്രചോദനങ്ങളാണ് ഒരുപാട് ആളുകൾ നൽകിയത്. പക്ഷെ അപ്പോഴൊക്കെ എന്നെ ഒരുപാട് സഹായിച്ച ആൾ എൻ്റെ അമ്മയാണ്. ഞാൻ സെമിനാരിൽ പോയി 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട് നഷ്ടമായി. പിന്നെയൊക്കെ ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസിച്ചത്. ഒരെണ്ണമല്ല, പല വാടക വീടുകളിലായിട്ടാണ് ഞാൻ താമസിച്ചു പോകുന്നത്. എൻ്റെ അമ്മ എന്നെ കാത്തിരിക്കുമായിരുന്നു. ഓരോ പ്രാവശ്യവും അമ്മ വിളിക്കും, നീ വെക്കേഷൻ എന്നാ വരണത്? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മാറണം. എനിക്ക് മുഴുവൻ പെങ്ങന്മാരാണ്. ഞാൻ അപ്പൻ്റെ അമ്മയുടെയും ഏക മകനാണ്. അപ്പോൾ ഈ അമ്മ എന്നെ നോക്കിയിരിക്കും സെമിനാരിൽ നിന്ന് ഞാൻ വരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് വീടും സാധനങ്ങളും എല്ലാം മാറാനായിട്ട് അങ്ങനെയാണ് കുറേ നാളുകൾ ഞാൻ ജീവിച്ചത്. ഞാൻ സെമിനാരിൽ പോയ അന്ന് മുതൽ ഒരു പ്രാവശ്യം പോലും അമ്മ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദിവ്യകാരുണ്യ ഈശോയുടെ സ്വഭാവമാണ്, ഒരിക്കലും പരാതിയില്ല ഈശോയ്ക്ക്. ആ അമ്മയെ ഏതാണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ഈ സ്വഭാവം സ്വീകരിച്ച മട്ടാണ്. അമ്മയ്ക്കും യാതൊരു പരാതിയില്ല. ഞാൻ സെമിനാരിൽ ചേർന്ന അന്ന് മുതൽ അമ്മ ഒരു വളരെ പ്രത്യേകമായ ഒരു കാര്യം ചെയ്തു വന്നത് ഞാൻ അപ്പോഴൊന്നും അറിയുന്നില്ല. അത് എല്ലാ 25 നോയമ്പും 50 നോയമ്പും അമ്മ ഉപവസിക്കും. എല്ലാ ദിവസവും, എല്ലാ 50 ദിവസവും അമ്മ ഉപവസിക്കും. ക്രിസ്മസിൻ്റെ 25 നോയമ്പ് 25 ദിവസവും അമ്മ ഉപവസിക്കും. ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അമ്മ ഉപവസിക്കും. ഞാൻ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ പെങ്ങളാണ് എനിക്കത് പറഞ്ഞു തന്നത്. അവളെന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ചേട്ടൻ ഒരിക്കലും മറക്കാൻ പാടില്ല അമ്മേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ പട്ടത്തിന് ഏറ്റവും അധികം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുള്ളത് ചേട്ടൻ പോലും അല്ല, അമ്മയാണ്. അത്രമാത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ എൻ്റെ പട്ടത്തിന് ഒരുങ്ങിയത്. പക്ഷേ വീട് വളരെയധികം സാമ്പത്തിക തകർച്ചയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സാമ്പത്തിക തകർച്ചയൊക്കെ കാണും. സമ്പത്തൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ള സമ്മാനം.
എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വെച്ചിട്ടുമില്ല. പക്ഷെ അമ്മ സമ്പാദിച്ചു തന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ സ്വഭാവമാണ്. അമ്മ ഒരിക്കലും എനിക്ക് ഇത്രയും ബാങ്ക് ബാലൻസ് നിനക്ക് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഈശോയോടുള്ള സ്നേഹം, ഈശോയുടെ സ്വഭാവം അതെനിക്ക് പഠിപ്പിച്ചു തന്ന ആളാണ് എൻ്റെ അമ്മ. ഇതുപോലെ ഒരുപാട് അമ്മമാരുണ്ട് കേട്ടോ. എൻ്റെ അമ്മ മാത്രമൊന്നുമല്ല, ഒരുപാട് അമ്മമാരുണ്ട്. ആ അമ്മമാർക്കൊക്കെ വേണ്ടിയാണ് ദിവ്യകാരുണ്യ ഈശോയെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പം എൻ്റെ പെങ്ങളെന്നോട് പറഞ്ഞു, ചേട്ടൻ ഒരിക്കലും മറക്കാൻ പാടില്ല അമ്മേനെ. സമ്പത്തിൻ്റെ തകർച്ചയിൽ, ദാരിദ്ര്യത്തിലും ഒരിക്കൽ പോലും എന്നോട് അമ്മ പറഞ്ഞിട്ടില്ല എടാ ഒന്നുമില്ലടാ എന്ന്. എൻ്റെ പെങ്ങളെന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ വീട്ടിൽ ചേട്ടൻ്റെ നിന്ന് അമ്മ കുഞ്ഞു കുഞ്ഞ് പൈസയൊക്കെ ഇടയ്ക്ക് ചോദിക്കണത് വീട്ടിൽ അരി വയ്ക്കാനായിട്ട് പൈസ ഇല്ലാതിരുന്ന സമയത്താണ്. ഇതൊക്കെ ഞാൻ അറിയുന്നത് ഞാൻ എൻ്റെ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പാണ്. അങ്ങനെ വിശുദ്ധ ബലിക്ക് ഒരുങ്ങി, ആദ്യ കുർബാനയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ, ഈശോ തന്ന ദിവ്യകാരുണ്യ ഈശോ തന്ന ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ അടയാളമായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമുണ്ട്, ഈ വിശുദ്ധ ബലി അർപ്പിച്ച് ഈശോയുടെ പുരോഹിതനായി അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു സമ്മാനം കൊടുക്കണം എന്ന്. എന്തായിരിക്കും എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം? ഒരച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അമ്മ എനിക്ക് സമ്പത്ത് തന്നിട്ടില്ല, എനിക്ക് തിരിച്ച് സമ്പത്ത് കൊടുക്കാനുമില്ല. അമ്മ എനിക്ക് ധാരാളിത്തമോ ഒരുപാട് സാധനങ്ങളോ അങ്ങനെ തന്ന് എന്നെ സ്നേഹിച്ചിട്ടില്ല, എനിക്കത് കൊടുക്കാനുമില്ല. അമ്മ എനിക്ക് തന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ സ്വഭാവമാണ് കാണിച്ചു തന്നത്. പരാതിയില്ലാതെ സഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സ്വഭാവം. ആദ്യത്തെ ബലിയർപ്പണ സമയത്ത് ഈശോയെ കയ്യിലെടുക്കുമ്പോൾ എല്ലാ വൈദികർക്കും ഉള്ളിൽ തോന്നുന്ന ഭയങ്കരമായ ഒരു സ്നേഹവും അയോഗ്യതാ ബോധമുണ്ട്. അതെനിക്കും തീവ്രമായി അനുഭവിക്കാനായിട്ട് സാധിച്ചു. എത്ര അയോഗ്യനാണ്. അതുവരെ ഞാൻ കുർബാന എടുത്ത് ഉയർത്തുമ്പോൾ ആരും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്നെ ഗൗനിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പട്ടം കിട്ടി ഞാൻ ഈശോയെ ഉയർത്തിയ സമയത്ത് എല്ലാ മനുഷ്യരും കൈകൂപ്പുന്നു, എല്ലാ മനുഷ്യരും ശിരസ് നമിക്കുന്നു. അതൊരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്നത് താൻ എത്ര അയോഗ്യനാണ്, എത്ര യോഗ്യതയില്ലാത്തവനാണ്, എന്നിട്ട് ഈശോ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്നല്ലോ, എത്ര വലിയ കാരുണ്യമാണ് ഈശോ എന്നോട് കാണിക്കുന്നത് എന്നുള്ള വലിയൊരു ബോധം ഓരോ അച്ഛൻ്റെ ഉള്ളിലും ഉണ്ടാകും. എൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ തീവ്രമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യമായി കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് കുർബാന ഞാൻ സ്വീകരിച്ച് വിശുദ്ധ കുർബാന ഞാൻ അർപ്പിച്ചതിന് ശേഷം, ഈശോ അർപ്പിച്ചതിന് ശേഷം ആ വിശുദ്ധ കുർബാനയിൽ ഈശോ കയ്യിലെടുത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ ഓടിയത് എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നുണ്ട്, അമ്മയുടെ മോൻ അച്ഛനായി, ഇതാ ഈ അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞ് ഇത് ശരീരമായി മാറി, ഈശോയുടെ ദൈവത്തിൻ്റെ ശരീരമായി മാറി. ഇതെനിക്ക് ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കാൻ ആഗ്രഹം അമ്മയ്ക്കാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വിശുദ്ധ കുർബാനയെ ഓടിയപ്പോൾ അമ്മേനൊന്നും ഞാൻ കാണുന്നു പോലുമില്ല. ശരിക്കും എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ ആ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ കുർബാന എടുത്ത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആദ്യമായി കൊടുത്ത ദിവസം എൻ്റെ പട്ടത്തിൻ്റെ ഒരിക്കലും മായാത്ത ഓർമ്മ അമ്മയ്ക്ക് ആദ്യമായിട്ട് ഈശോ കൊടുത്ത ഈശോ, നമ്മുടെ ഈശോ, നമ്മളെ കൈവിടാത്ത ദിവ്യകാരുണ്യ ഈശോ, ഇതാ അമ്മയുടെ മകൻ്റെ കൈകളിലും അമ്മ ഇത് സ്വീകരിക്കുക, ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ദിവസം. എൻ്റെ മായാത്ത ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത എൻ്റെ ദിവ്യകാരുണ്യ ഈശോയുടെ അനുഭവം എൻ്റെ അമ്മയ്ക്ക് ആദ്യമായിട്ട് ഈശോയെ കൊടുത്ത ആ അനുഭവമാണ്. ഒരുപക്ഷെ സഹോദരങ്ങളെ, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ പ്രാർത്ഥന, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രാർത്ഥന, അത് ദിവ്യകാരുണ്യ ഈശോ തന്നെയല്ലേ? പക്ഷെ നിങ്ങൾക്ക് അച്ഛനാവാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ദിവ്യകാരുണ്യ ഈശോയെ കൊടുക്കാൻ പറ്റും.
നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. ഈശോയോട് പറയും, ഈശോയെ എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ അടുത്തേക്ക് നീ പോണേ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്തേക്ക് നീ പോകണം, എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്തേക്ക് നീ പോകണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈശോ പോവാതിരിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ മനസ്സിൽ പറയണം, എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ, എൻ്റെ പ്രിയപ്പെട്ട അപ്പ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കും നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ സമ്മാനം ദിവ്യകാരുണ്യ ഈശോ ആണ്. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എല്ലാ മഹത്വവും ആരാധനയും സ്തുതിയും ഉണ്ടാകട്ടെ. എല്ലാ മനുഷ്യരുടെയും പോലെ, എല്ലാ അച്ഛന്മാരുടെയും പോലെ എൻ്റെ ജീവിതത്തിലും ചെറുതും വലുതുമായിട്ടുള്ള വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേകമായ ഒരു വേദന എന്നെ വളരെയധികം എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലൊരു വേദന എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ സംഭവം എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു സമയമാണ്. ഞാൻ പറയുന്നത് ആരും കേൾക്കാനില്ല, എന്നെ ആരും ശ്രവിക്കാനില്ല, ഞാൻ പറയുന്നതിന് വിലയില്ല, ഞാൻ പറയുന്നത് കേൾക്കാനായി ശ്രദ്ധാപൂർവം കേട്ട് അത് വിശ്വസിക്കാൻ ആളില്ല എന്നൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നിയ അനുഭവം, ഒരു ശൂന്യമായി പോയ അനുഭവം. നീ പുരോഹിതനാണ് എങ്കിലും നീ ശൂന്യമായി പോകുന്ന അനുഭവം വളരെ 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 ബുദ്ധിമുട്ടാണ് നമുക്ക് എടുക്കാനായിട്ട്. ശരിക്കും വലിയ സ്നേഹത്തോടെ അത് എടുക്കേണ്ടതാണ്, പക്ഷെ എനിക്കത് സാധിച്ചില്ല. ഞാൻ വളരെയധികം എൻ്റെ ഉള്ളിലേക്ക് വളരെയധികം ഉൾവലിഞ്ഞു ആ അനുഭവം ഉണ്ടായതിന് ശേഷം. ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ഇരിക്കുകയാണ്. ഒരു ബൈബിളെടുത്ത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കും, കുറേ സമയം ഇരുന്ന് കരയും. ഞാൻ എന്നിട്ട് ഈശോയോട് ചോദിക്കും, ഈശോയെ ഞാൻ കരയുന്നത് പോലും നീ പോലും കാണുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതൊക്കെ എൻ്റെ ഒരു അഹങ്കാരമാണ്, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് ഈശോയുടെ മുമ്പിലിരുന്നിട്ട്. എന്നിട്ട് ബൈബിളിൽ ഞാനിങ്ങനെ കുറേ അടിയിലിങ്ങനെ വരയ്ക്കും, ഈശോ പറഞ്ഞ അനുഭവങ്ങൾ, ഈശോ പറഞ്ഞ വാക്കുകളൊക്കെ അടിയിലിങ്ങനെ വരയ്ക്കും. പക്ഷെ എനിക്ക് അതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല. എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ കുർബാനയുടെ മുമ്പിൽ പോയി അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുർബാന എന്നോട്, എൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാനയിൽ ഈശോ മിണ്ടുന്നത് പോലെ എനിക്ക് തോന്നി. എന്നോട് ഈശോ ഇങ്ങനെ ചോദിക്കുകയാണ്, എടാ ടിജോ, എടാ ഞാൻ വിശുദ്ധ കുർബാനയാണ്, അപ്പമാണ് അല്ലേ, എനിക്കറിയില്ലേ? അപ്പം ഞാൻ നോക്കി ഈശോനെ, ആ ഈശോ അപ്പാണ്. എടാ എനിക്ക് മിണ്ടാൻ പറ്റുമോടാ ഈശോ? അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ഈശോയ്ക്ക് മിണ്ടാൻ പറ്റുമോ? അപ്പത്തിന് മിണ്ടാൻ പറ്റുമോ സഹോദരങ്ങളെ? അപ്പാണ് ഈശോ, ഈശോയ്ക്ക് മിണ്ടാൻ പറ്റില്ല അല്ലേ? അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, ഈശോയ്ക്ക് മിണ്ടാൻ പറ്റില്ല. എടാ എൻ്റെ സ്നേഹം വല്ലവരും എനിക്ക് അറിയിക്കാൻ പറ്റുമോടാ? ശരിയാണല്ലോ, ഈശോയ്ക്ക് ഈശോയുടെ സ്നേഹം എങ്ങനെ അറിയിക്കാൻ പറ്റണേ? ഞാൻ നിന്നെ സ്നേഹിക്കണമെന്ന് ഈശോ അപ്പത്തിലിരുന്നിട്ട് പറയുന്നുണ്ടോ? അപ്പമായി ഈശോ പറയണില്ല. എടാ ഒരാൾ എന്നെ വന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ എന്നെ വന്ന് എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ചവരോട് എന്തെങ്കിലും പറയുന്നടാ? ഞാൻ നോക്കിയപ്പോൾ ഈശോയ്ക്ക് പറയാനും പറ്റണില്ല. ഈശോയ്ക്ക് ഈശോയുടെ സ്നേഹം കാണിക്കാൻ പറ്റണില്ല. ഈശോനെ ഒരാൾ തെറി പറഞ്ഞാലോ ചീത്ത പറഞ്ഞാലോ തള്ളി പറഞ്ഞാലോ ഒന്നും മിണ്ടാൻ പറ്റണില്ല, ഒന്നും പ്രതികരിക്കാൻ പറ്റണില്ല. എന്നിട്ട് ഈശോ പറയാ, എടാ ഇതാ ഞാൻ ദിവ്യകാരുണ്യം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഞാൻ ദിവ്യകാരുണ്യം.
ആ ദിവ്യകാരുണ്യം കയ്യിലെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനാണ് നീ ടിജോ. നീ മിണ്ടരുത്. നീ നിൻ്റെ ഉള്ളിലുള്ളത് ഒരു സാധനവും വേറൊരാളോടും പറയരുത്. നിൻ്റെ ഉള്ളിലെ വേദന വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കരുത്. പൊടിച്ച നീ പൊടിഞ്ഞു പോകണം, ഊതിയ നീ പറന്നു പോകണം. അതാണ് ദിവ്യകാരുണ്യം, അതാണ് ഞാൻ. എൻ്റെ ആ സമയം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനം. ഞാൻ ആരാവാനാണ് വിളിക്കപ്പെട്ടത്? അച്ഛൻ. ദിവ്യകാരുണ്യമാകാനാണ്. എല്ലാ അച്ഛന്മാരുടെയും കാർഡിൽ, ഒരുപാട് അച്ഛന്മാരുടെ കാർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുറിയാനും മുറിയപ്പെടാനും ദിവ്യകാരുണ്യമാകാൻ എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി, ഈ വേദന ഒരാളോടും പറയാതെ, ഒരാളോടും പങ്കുവെക്കാതെ ഫ്രീസായി പോകുന്ന, ഈശോയുടെ മുമ്പിൽ മാത്രം വേറൊരു സ്ഥലത്തും പറയാതെ ഫ്രീസായി പോകുന്ന ആ അനുഭവമാണ് ദിവ്യകാരുണ്യ അനുഭവം എന്ന് എനിക്ക് തോന്നി. ഈശോ എന്നോട് അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ ഈശോ നമ്മോട് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കാനൊന്നും വരില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. നമ്മളോട് എത്ര വാത്സല്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. നീ ചീത്ത പറഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഫ്രീസായി നിൽക്കുകയാണ്. ഇത് ദൈവമാണ്, സർവശക്തനാണ്, എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവനാണ്. എന്നാൽ അവിടുന്ന് ഇങ്ങനെ ശൂന്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ആ ഈശോയുടെ പുരോഹിതനായാൽ മതി എന്നെൻ്റെ ഉള്ളിൽ തോന്നി. എനിക്ക് ആ ഈശോയുടെ സ്വന്തമായാൽ മതി, ദിവ്യകാരുണ്യ ഈശോയുടെ. ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളോടുള്ള സ്നേഹം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു ഡാമാണ് ദിവ്യകാരുണ്യം. അത് പൊട്ടില്ല. ഡാം ഇങ്ങനെ, ആ സ്നേഹം ഇങ്ങനെ ഉള്ളിൽ നിൽക്കുകയാണ്. ആ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യകാരുണ്യ ഈശോ സർവശക്തനാണ്. അവിടത്തേക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധ്യമാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അവരൊക്കെ നെസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ വളരെയധികം അക്രമാസക്തരായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുകയാണ്, ഒരു മകനെ അവൻ്റെ കൈയും കാലും കെട്ടിയിട്ടാണ് അവനെ നെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ്റെ വായ അടക്കം കെട്ടിയിട്ടുണ്ട്. വായ തുറന്നു കഴിഞ്ഞാൽ തെറിയാണ്. ആ ഒരു അവസ്ഥയിലാണ് അവനെ നെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഈ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗം മൂലം ഉണ്ടായ ദുരന്തങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന സമയമാണ്. അങ്ങനെ കൊണ്ടുവന്ന ഒരു മകൻ, അവൻ്റെ മുഖത്തൊക്കെ ഇടി കിട്ടിയിട്ട് ആളുകൾ ഇടിച്ചിട്ട് അവൻ്റെ മുഖത്തൊക്കെ കുറച്ച് ചതവൊക്കെ ഉണ്ട്. വന്നിട്ട് അവന് കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ മുഖത്തും ഇതുപോലെ തന്നെ ഇടി കിട്ടി, ചതവും. അവരുടെ ഫോൺ അവൻ തല്ലി പൊട്ടിച്ചു, ജീപ്പിൻ്റെ ചില്ല് അടിച്ച് പൊട്ടിച്ചു, ചിന്നിയിട്ടാണ് ജീപ്പിൻ്റെ ചില്ലൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയാണ് അവൻ നെസ്റ്റിലേക്ക് വരുന്നത്. ഞാൻ വന്ന ഉടനെ തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ വായിലത്തെ തുണിയൊക്കെ എടുത്ത് മാറ്റിയപ്പോഴേക്കും അവൻ കരഞ്ഞു തുടങ്ങി. എൻ്റെ അടുത്ത് അച്ഛാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു തുടങ്ങി. അച്ചോ എന്നെ രക്ഷിക്കുക അച്ചോ. അപ്പം ഞാൻ കൈയും കാലും ഒക്കെ അഴിക്കാൻ പറഞ്ഞു, കെട്ടൊക്കെ അഴിക്കാൻ പറഞ്ഞു. അവൻ്റെ കെട്ടൊക്കെ അഴിച്ച് അവന് കൊണ്ടുവന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ച് പറയാം, അച്ഛാ എന്നെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, ഞാൻ നന്നാവില്ല അച്ചോ, ഞാൻ നന്നാവില്ല അച്ചോ, എന്നെ ഇവിടെ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ ഉള്ളിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അന്ന് കുടിക്കുക അച്ചോ, അത് കാരണം എന്നെ ഇവിടെ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഇവനെ നിർത്തിയിട്ട് പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവന് എൻ്റെ കൂടെ നിർത്തി ഞാനിവനെ നോക്കി ഇവൻ്റെ അവസ്ഥകളിലൂടെയൊക്കെ ഇവിടെയുള്ള ശുശ്രൂഷകരൊക്കെ കടന്നുപോയി. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാകും. ഇവനോട് പൊക്കോന്ന് പറയണം. എന്താ വേണ്ടത്? ഞാൻ കുർബാനയുടെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചവനാണ്.
നമ്മൾ ബലി അർപ്പിക്കുന്ന സമയത്ത് നെസ്റ്റിലൊരു പതിവുണ്ട്, ആളുകളുടെ പേര് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ കുറച്ച് നാൾ ഇവനെ വെച്ച് സമർപ്പിക്കാൻ തീരുമാനിച്ചു കുർബാനയിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യാറുള്ള കാര്യമുണ്ട്, അച്ഛൻ ഞാൻ ആ കാസയിലേക്ക് ഇടും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ ഞാനതൊന്നും ചെയ്യാറില്ല. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്ന സമയത്ത് ഈശോയുടെ പ്രിയപ്പെട്ട ഇങ്ങനെയുള്ള പാപികളായ വേദനിക്കുന്ന ആളുകളെ പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ ഞാനതൊന്നും ചെയ്യാറില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദിവസം ഇവനെ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവന് കാഴ്ചവെപ്പിന സമയത്ത് കാസിം ബിലാസ് ഉയർത്തുമ്പോൾ ഞാൻ ഇവൻ്റെ പേര് പറഞ്ഞ്, കർത്താവേ ഈ കാസിൽ ഇത് നിൻ്റെ ശരീരവും രക്തമായിട്ട് മാറുമ്പോൾ ഇവനും മാറ്റം ഉണ്ടാവണം. വെറും അപ്പം ശരീരവും രക്തമായിട്ട് മാറല്ലേ, അപ്പോൾ ഇവനും മാറ്റം ഉണ്ടാവട്ടെ, ഇവനും ഈശോയുടെ മകനല്ലേ, ഇവനും മാറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇവനെ ഓർക്കാൻ തുടങ്ങി. പാപികൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ പാപം കൂടി ഞാൻ അങ്ങ് സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ സമർപ്പിച്ച് ഒരു ദിവസം ആരാധനയുടെ സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് നെസ്റ്റിൽ. ഒരു ദിവസം ആരാധനയുടെ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ കരഞ്ഞ് കെട്ടിമറിഞ്ഞങ്ങ് വീണു. അതായത് കരഞ്ഞ് അവനങ്ങ് വീണു, അവിടെ വീണ് പ്രാർത്ഥിക്കുകയാണ്, അവൻക്കറിയണം. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ ഈ സഹോദരൻ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ, സർവശക്തനായ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ കെട്ടിമറിഞ്ഞ് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എൻ്റെ ഈശോയേന്ന് ഓളിയിട്ട് പ്രാർത്ഥിച്ച് അവിടെ കിടക്കണം അവൻ. ആ ആരാധനയും ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഇനി പഴയ ജീവിതത്തിലേക്ക് ഞാനില്ല. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയടാ? ആരാധനയുടെ സമയത്ത് അച്ഛൻ ഞാൻ ഈശോനെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞടാ ഞാനിതുവരെ കണ്ടിട്ടില്ല, നീ കണ്ടോ? കണ്ടു അച്ഛാ, ആരാധനയുടെ സമയത്ത് ഞാൻ ഈശോനെ കണ്ടു. അവൻ വലിയൊരു അനുഭവമായിട്ടാണ് ആ മകൻ പോയത്. ഞാൻ ആലോചിക്കുക, നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത്, അർപ്പണ സമയത്ത് നമ്മൾ ആ കാസിം ബിലാസി ഉയർത്തില്ലേ, അത് അപ്പം വീഞ്ഞും മാത്രമാണ്. ആ സമയത്ത് ഒന്നുമില്ലായ്മയാണ്, അത് അപ്പം വീഞ്ഞും. ദൈവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം വീഞ്ഞും എന്നാ ഒന്നുമല്ല. അപ്പോൾ ഒന്നും അല്ലാത്തത് സമർപ്പിക്കുക അങ്ങ് കർത്താവിൻ്റെ അടുത്തേക്ക്. എനിക്ക് പറ്റാത്തത്, എനിക്ക് സാധിക്കാത്തത്, എന്നെ കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്നത് അങ്ങ് സമർപ്പിച്ചേക്കാം. അതിനൊരു ഉത്തരം ഉണ്ടാവും. എന്താണോ ദിവ്യകാരുണ്യ ഈശോ ആഗ്രഹിക്കുന്നത് ആ ഉത്തരം അതിൽ സംഭവിച്ചിരിക്കും. ഇന്നും അവൻ്റെ മക്കളെയും ഭാര്യേനെയും എല്ലാവരും കൊണ്ടുവന്ന് നെസ്റ്റിലേക്ക് വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഞാനിപ്പോൾ എത്ര സന്തോഷത്തിലാണ് ജീവിക്കണമെന്ന് അറിയാം. ഞാൻ അപ്പോൾ അവനോട് ചോദിച്ചേടാ, ഈ കുർബാനയ്ക്ക് പോകാറുണ്ടോ എല്ലാ ദിവസവും? അച്ഛാ ഒരൊറ്റ ദിവസം വിശുദ്ധ കുർബാന ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഒരൊറ്റ ദിവസവും വിശുദ്ധ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. നമുക്ക് കാസിലും പീലാസിലും സമർപ്പിച്ചുകൂടെ? ഈ കാസിം പീലാസിൻ നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതമായി മാറുന്നതല്ലേ ശരിക്കും ദിവ്യകാരുണ്യ അനുഭവം. ശരിക്കും അത് ഉള്ള ഒരാൾ കുർബാനന് വിട്ടുപോയില്ല. ഈ മകൻ്റെ പോലെ കയ്യും കാലും കെട്ടി നെസ്റ്റിലേക്ക് വന്ന മകൻ ഇപ്പോൾ കെട്ടുകൾ അഴിക്കുന്ന മകനായി മാറിക്കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. കുടുംബത്തിൻ്റെ കെട്ടുകളൊക്കെ അഴിഞ്ഞു, അവനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു, മക്കളും തമ്മിലുള്ള തകർച്ചയുടെ കെട്ടുകൾ അഴിഞ്ഞു. ഇപ്പം എത്ര സ്വാതന്ത്ര്യത്തോടെ അവൻ ജീവിക്കുന്നു. എല്ലാം ഈ കാസയിൽ അവനെ സമർപ്പിച്ചതിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗരോഹിത്യത്തിന് വലിയ അർത്ഥമുണ്ട്, വലിയ പ്രസക്തിയുണ്ട്. അത് ഈ കാസയിലും പീലാസയിലും സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളുടെ, ദിവ്യകാരുണ്യ ഈശോ കൊടുക്കുന്ന അനുഭവങ്ങളുടെ ഒക്കെ ആകത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും മഹത്വവും സർവശക്തന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമ